നമസ്കാരം. 2025 നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദികൾ വരും ദിവസങ്ങളിൽ ICC പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിൽ ടീമിനെ അയക്കില്ല എന്ന് BCCI ഇതിനോടകം വ്യക്തമാക്കിയതിനാൽ തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമായി മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാൻ തയ്യാറാകണമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് മോഡലിന്റെ ആവശ്യകത പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ബോധ്യപ്പെടുത്താനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ICC. എന്നാൽ PCB ഇതുവരെ ഇതിന് വഴങ്ങിയിട്ടില്ല. ഇന്ത്യയെ പങ്കെടുപ്പിക്കാതെ ഒരു ICC ടൂർണമെന്റും സാധ്യമല്ല എന്ന് ICC PCBയെ കടുപ്പിച്ച് അറിയിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവനയും നടത്തരുതെന്നും പാകിസ്ഥാനോട് ICC മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ICC PCBയുമായി ബാക്ക് ചാനൽ ചർച്ചകൾ നടത്തിയെന്നും ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കുക മാത്രമാണ് ഏറ്റവും മികച്ച പരിഹാരമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ടൂർണമെന്റിന്റെ ഷെഡ്യൂൾ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമായി UAEയിലേക്ക് മാറ്റാനാണ് ICC ശ്രമിക്കുന്നത്. ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ല എങ്കിൽ ടൂർണമെന്റ് പൂർണ്ണമായി UAEയിലേക്കോ ദക്ഷിണാഫ്രിക്കയിലേക്കോ മാറ്റേണ്ടി വരുമെന്ന സൂചനയും ICC PCBക്ക് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഷെഡ്യൂൾ വരുമ്പോൾ ഇന്ത്യയുടെ മത്സരം പാകിസ്ഥാനിൽ ഉണ്ട് എങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യ പോകില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ICCക്ക് കനത്ത നഷ്ടമായിരിക്കും ഈ ടൂർണമെന്റ് കൊണ്ട് വരാൻ പോകുന്നത്. മാത്രമല്ല പാകിസ്ഥാനും അതൊരു തിരിച്ചടി തന്നെയായിരിക്കും. ഇന്ത്യയെ കണ്ടാണ് ഒരുപാട് സ്പോൺസർമാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. കാണികളിൽ ഇന്ത്യൻ ആരാധകരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് സംപ്രേഷണവും അതുപോലെ കാണികളിൽ നിന്നുള്ള പിന്തുണയും അടക്കം വലിയ ഇടിവായിരിക്കും ICCക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ ICC നിർബന്ധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ആഴ്ച തന്നെ അറിയാൻ കഴിയുമെന്നാണ് അറിയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി 2025 ഫെബ്രുവരിയിൽ നടത്താനാണ് ICCയുടെ തീരുമാനം. വേദി പ്രഖ്യാപനം ഇനിയും വൈകിയാൽ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളെ അത് സാരമായി ബാധിക്കും. PCB തയ്യാറാക്കിയ പ്രാഥമിക ഷെഡ്യൂളിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ലാഹോറിലാണ് വച്ചിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാർച്ച് 1 നിശ്ചയിച്ചിരിക്കുന്നത്. ടൂർണമെന്റ് വേദി പാകിസ്ഥാനിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഒരു മത്സരത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലാണ് PCB. ഹൈബ്രിഡ് മോഡൽ എന്ന BCCIയുടെ ആവശ്യം അംഗീകരിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ മുഴുവൻ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ PCB അനുവദിക്കാനോ കഴിയാത്ത ധർമ്മസങ്കടത്തിലാണ് ICC ഉള്ളത്. പാകിസ്ഥാൻ പര്യടനത്തിന് ഇന്ത്യ സമ്മതിക്കാനുള്ള സാധ്യത വിരളമാണ്. 2 സാഹചര്യങ്ങളും ബോർഡിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ലാഹോറിൽ നിശ്ചയിച്ച പരിപാടിയിൽ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അനുരഞ്ജനം സാധ്യമാവാത്തതിനാൽ മാറ്റിവെക്കാൻ ICC തന്നെ നിർബന്ധിതരായി. താൽക്കാലിക ഷെഡ്യൂൾ അനുസരിച്ച് ടൂർണമെന്റ് ഫെബ്രുവരി 19 ആരംഭിക്കും എന്നാണ് അറിയുന്നത്. മാർച്ച് 9 ഫൈനൽ കണക്കാക്കിയിരിക്കുന്നത്. ടൂർണമെന്റ് പാകിസ്ഥാനിൽ തന്നെ നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PCB തലവൻ മുഹ്സിൻ നഖ്വി പറയുകയും ചെയ്തിരുന്നു. PCBയുടെ വിശ്വാസ്യത നിലനിർത്താൻ ICCയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആശങ്കകൾ BCCIയുമായി ആശയവിനിമയത്തിലൂടെ ICCക്ക് പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം കരുതുകയാണ്. മറ്റു രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്നതിനാൽ തന്നെ ഇന്ത്യ ഉന്നയിക്കുന്ന സുരക്ഷാ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇവിടെ BCCI ക്രിക്കറ്റിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്നാണ് PCBയുടെ ആരോപണം. 2008 ഏഷ്യ കപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ അവസാനമായി കളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 16 വർഷമായി പാകിസ്ഥാനിൽ അവസാനമായി ഒന്ന് കളിച്ചിട്ടാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളായതിനാൽ തന്നെ 2012-13 സീസൺ മുതൽ ഇരു ടീമുകളും തമ്മിൽ ഉഭയകക്ഷി പരമ്പരകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. 1996 ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ ഒരു ICC ഈവന്റിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നത്.